ചെയ്തു കൊടുക്കുന്നു. അതുപോലെ പല ക്ലബ്ബ് നമ്മുടെ അംഗൻവാടി ഉദ്ഘാടനം 30 അമ്മമാർ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എപ്പോഴും ഈ അംഗൻവാടിയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങളും നല്ലൊരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ അംഗൻവാടിയിലേക്കുള്ള പ്രവേശനം തന്നെ നടക്കുന്നു, പ്രവേശനോത്സവം തന്നെ നടക്കുന്നു എന്നുള്ളത് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. കാരണം അംഗൻവാടികളൊക്കെ നമ്മുടെ സ്കൂളുകളും അംഗൻവാടികളും ഒക്കെ അത്തരത്തിലുള്ള ഒരു കുട്ടികൾക്ക് സൗഹൃദപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ട് മാറുകയാണ്. പഴയ കാലത്ത് പോഷകാഹാരം ലഭിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് പാട്ടുകളും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കും എന്നുള്ളതിനും അപ്പുറത്തേക്ക് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂട്ടുചേരലുകളോ ഒന്നും ഇല്ലാത്ത രൂപത്തിലായിരുന്നു എല്ലാത്തിൻ്റെയും സംവിധാനം. പക്ഷെ ഇന്നെല്ലാം എല്ലാ പഠന മേഖലകളും കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടാണ്. കുട്ടികൾക്ക് എന്ത് വേണം, സ്കൂളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കുട്ടികളുടെ ആവശ്യങ്ങൾ, കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി, അതൊക്കെ വന്നതോടു കൂടിയിട്ട് നമ്മുടെ അംഗൻവാടികളിലും ആ മാറ്റം ദൃശ്യമായിട്ടുണ്ട്. അംഗൻവാടികളിലൂടെ ഇപ്പോൾ ഇവിടെ വന്ന ഉടനെ കളിപ്പാട്ടങ്ങളും ബലൂണുകളും കാറും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ടാണ് അംഗൻവാടിയുടെ ഒരു അന്തരീക്ഷം പോകുന്നത്. ഒരാൾ കരയാൻ തുടങ്ങിയാൽ മറ്റെല്ലാവരും കരയുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ആരും തന്നെ കരച്ചിലേക്കോ ബഹളത്തിലേക്കോ പോയിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. അതുപോലെ നമ്മുടെ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യമുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് കുറേ നവീകരണ പ്രവൃത്തികൾ, നമ്മുടെ അനുബന്ധ സൗകര്യങ്ങളുടെ കാര്യങ്ങളിലായാലും നല്ല രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളതാണ് അതിയാമ്പൂർ അംഗൻവാടി. എല്ലാ സൗകര്യങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അതിൻ്റെ അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ നല്ല രൂപത്തിൽ ഉള്ള നവീകരണ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു പ്രവേശനോത്സവത്തെ, ഈ ഒരു വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും സന്തോഷകരമായിട്ടുള്ളൊരു അംഗൻവാടി ജീവിതം, അതുപോലെ സുരക്ഷിതമായിട്ടുള്ള അമ്മമാർക്ക് ഏറ്റവും സുരക്ഷിതമായി അവരെ ഏൽപ്പിക്കാൻ കഴിയുന്നൊരു സ്ഥലമായിട്ട് അംഗൻവാടികൾ മാറിയതുകൊണ്ട് അവരോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ടീച്ചർ നല്ല രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തനത്തെയും അതുപോലെ ഈ വാർഡിൻ്റെ സ്കൂളിനെ ആയാലും, ഇപ്പോൾ മേലാങ്കോട്ട് സ്കൂളിൻ്റെ പ്രവർത്തനത്തിലായാലും ക്ലബിൻ്റെ ഒരു കയ്യൊപ്പ് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വർഷവും പാർക്കോയുടെ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഈ അതിയാമ്പൂരിലെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ നല്ല സഹായമായിട്ട്, പിന്തുണയായിട്ട് പാർക്കോ ഉൾപ്പെടെയുള്ള പാർക്കോ അതിയാമ്പൂർ അതുപോലെ മറ്റ് പ്രവാസി കൂട്ടായ്മയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും മുന്നോട്ട് ഇത്തരത്തിലുള്ള സഹായം, ഇത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാകും.
ബാക്കിൽ അങ്ങോട്ട് ബാക്കിൽ ഇങ്ങോട്ടേക്ക് ആ ബാനറിൻ്റെ ബാക്കിൽ ഓക്കെ.